എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി ഇപ്പോൾ പ്രവാസിയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് സാധാരണ വോട്ടർ പട്ടികയിൽ ഉള്ളതായിട്ട് തുടരുകയാണ് എങ്കിൽ അത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ള വസ്തുതയല്ല. അത്തരം സാഹചര്യത്തിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നും എൻട്രി ഒഴിവാക്കണം. പ്രധാനമായിട്ടും ഇപ്പോഴുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുവാൻ ഫോം 7 ഡിലീഷൻ ഓഫ് നെയിം ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അതിനായിട്ട് https:/voters.eci.government.in എന്ന വെബ്സൈറ്റ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് പ്രവാസി വോട്ടറായിട്ട് പുതിയ രജിസ്ട്രേഷൻ നടത്തുവാൻ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പേര് ഒഴിവാക്കിയ ശേഷം ഫോം 6A ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓവർസീസ് എലക്ടർ പ്രവാസി വോട്ടറായി അപേക്ഷ നൽകേണ്ടതാണ്. ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫോട്ടോ പതിപ്പിച്ച പേജും അതോടൊപ്പം വിസ പേജ് നമുക്ക് ആവശ്യമാണ്. ഇന്ത്യയിലെ സ്ഥിര വിലാസം, പാസ്പോർട്ടിലുള്ള വിലാസം മതി, ഇതും ആവശ്യമാണ്. വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. പ്രവാസി വോട്ടർക്ക് ഇന്ത്യയിൽ നേരിട്ടെത്തി സ്വന്തം മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് പോസ്റ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ വോട്ടിംഗ് നിലവിൽ അനുവദനീയമല്ല. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് നിങ്ങളുടെ BLO അല്ലെങ്കിൽ ERO ഓഫീസ് അല്ലെങ്കിൽ https:/voters.eci.government.in എന്ന വെബ്സൈറ്റ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.